ഏജയായി ക്ലൗഡി കേക്ക്. വെൽക്കം ബാക്ക് ടു ഏജെ ക്ലൗഡി കേക്ക്. എൻ്റെ ഉമ്മ വാപ്പല്ല, ഞാൻ എൻ്റെ ഉമ്മടുത്ത് എന്തിനു ഞാൻ പറയും. ആമിനായ അംജതായ ഒരു പെണ്ണാണ് തട്ടിക്കൊണ്ട് പോയത്. എനിക്കറിയത്തില്ല, അവരെ പിന്നാലെ പോയി ഫോളോ ചെയ്യുക, അതാണ് നല്ലത്. വേഗം കൊണ്ട് വാരോ പിള്ളേരിനെ. ഓക്കെ മാഡം, നടക്ക് പിള്ളേരെ. മിണ്ടാതിരി കൊച്ചുങ്ങളെ, സൗണ്ട് ഉണ്ടാക്കാതാ. ഡോ, ആ കൊച്ചുങ്ങളെ കയറിട്ട് കെട്ടി വെച്ചിരിക്കേ. ഓക്കെ മാഡം, ഇവിടെ അടങ്ങിയിരുന്നോണം. വാടോ, അടുത്ത സ്ഥലത്ത് കുട്ടികളെ അന്വേഷിക്കാം. ഓക്കെ മാഡം, ഞങ്ങള് വരണ ഇവിടെ ഒന്ന് അനങ്ങി അടിച്ച് പൊട്ടിക്കരുതേ. അവര് പോയി തോന്നണ്. ഇനിപ്പോയി അവര് രണ്ടുപേരും രക്ഷിക്കാം. കയറൊന്നും കാണുന്നില്ലല്ലോ. നമ്മളിനി എന്തൊരു ചെയ്യോടി? നമുക്കിനി ഉമ്മായ വാപ്പായി കാണാൻ പറ്റൂലേ? നമ്മൾ എന്തൊരു ചെയ്യും അവര്? ശരിയാ ചേച്ചി പറയണത്, എനിക്കൊന്നും അറിയത്തില്ല. നമുക്ക് വീട്ടിന്റെ അകത്ത് വല്ലേത് കളിച്ചാ മതിയായിരുന്നു. ഇന്നിപ്പൊ ഇങ്ങനെ കഴിയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. ആമിന, അംജദ, ചേച്ചി മക്കളെ, നിങ്ങളിങ്ങനെ കരയില്ലേ? ചേച്ചി വന്നില്ലേ? ഇനി ആ ചേച്ചി രക്ഷിച്ചോളാം നിങ്ങളെ. പക്ഷെ ഒരു സംശയം, കയറ് കാണുന്നില്ലല്ലോ മക്കളെ. അത് ചേച്ചി, അത് പിന്നെ കയറ് കാണത്തില്ല, കാരണം അതൊരു ട്രാൻസ്പെറന്റ് കയറാ. എന്ത് കയറാന്ന് വേണ്ടില്ല, എന്റെ അനിയത്തികളെ രക്ഷിച്ചിട്ട് ഞാൻ ഈ അംജദ ഇവിടെ നിന്ന് പോവും. പൊട്ടിച്ച് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കരയല്ലേ മക്കളെ, വാ. നമുക്കിനി ഇവിടെ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല. അവരെപ്പ വേണമെങ്കിലും വരാം. വേഗം വാ. എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? നടന്ന കാര്യം തന്നെ. അതെ ഉമ്മ, നിങ്ങൾ ഇനി വെളിയിൽ ഇറങ്ങി ഒന്ന് കളിക്കണ്ട. ഈ വീട്ടിന്റെ അകത്തിരുന്നോ റൂമിലിരുന്നോ എവിടെയെന്നെങ്കിലും പോയി കളിച്ചോ, പക്ഷെ വെളി ഇറങ്ങരുത്. ഇപ്പൊ തന്നെ ഇഷമോള് നിങ്ങളെ രണ്ടുപേരും രക്ഷിച്ചില്ലാന്നെങ്കിൽ എന്ത് അവസ്ഥയായിരുന്നേനെ? ശരിയാ ഉമ്മ അറിയണം. എന്തായാലും പറയാലോ, എന്റെ ഉമ്മാരെ വാപ്പാരെ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ മൂന്നുപേരും രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ തട്ടിക്കൊണ്ട് പോയിരുന്നേനെ അവർ രണ്ടുപേരും. ഇനി വെളിയിലൊന്നും ഇറങ്ങി കളിക്കണ്ട കേട്ടോ. ഓക്കെ ഉമ്മ. ഓക്കെ ഉമ്മ.